ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 42 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 43-ാമത്തെ ആയത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുകാമാ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ആധിപത്യത്തെക്കുറിച്ച്. ഈ ഒരു ആയത്തിൽ അള്ളാഹു ആ ഒരു ആധിപത്യത്തെ ആളുകൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കുകയാണ് ഒരു ദൃഷ്ടാന്തത്തിലൂടെ. അള്ളാഹു ഈ ഒരു പ്രപഞ്ചത്തിലുണ്ടാക്കിയ ഒരു ദൃഷ്ടാന്തത്തെ ആളുകൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ആധിപത്യം എത്രത്തോളമുണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഏറ്റവും നല്ല ഒരു പാഠം നൽകുകയാണ്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ. അലം തറ, റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, യറ, തറ എന്നൊക്കെ പറഞ്ഞാൽ കാണും, കാണുന്നു. യറ എന്നാവുമ്പോൾ അവൻ കാണും, അവൻ കാണുന്നു. തറ എന്നാവുമ്പോൾ നീ കാണും, നീ കാണുന്നു. ഈ തറ എന്നുള്ളതിൻ്റെ മുമ്പിൽ, അത് മുളാരിയാണ്, അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ അതിന് ജസ്മ് കിട്ടും. അപ്പോൾ അവസാനത്തെ യാ പോവും, ലം തറ എന്ന് മാത്രമാവും. അർത്ഥം നീ കണ്ടില്ല. അതിൻ്റെ മുമ്പിൽ ഒരു ഹംസ, ചോദ്യത്തിന് വേണ്ടിയുള്ള ഹംസ വരുമ്പോൾ അലം തറ, നീ കണ്ടില്ലേ. അന്നല്ലാഹ, അന്ന നിശ്ചയമായും, അന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു. ഈ അലം തറ അന്നല്ലാഹ എന്ന ഇത്രയും ഭാഗം തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ആയത്തിൻ്റെ തുടക്കത്തിൽ. യുസ്ജി, അസ്ജ എന്ന് പറഞ്ഞാൽ പതുക്കെ തെളിച്ചു, അല്ലെങ്കിൽ പതുക്കെ തട്ടിക്കൂട്ടി എന്നാണ്. അതിൻ്റെ മുളാരിയാണ് യുസ്ജി, പതുക്കെ തെളിക്കുന്നു. അപ്പോൾ അലം തറ അന്നല്ലാഹ യുസ്ജി, നീ കണ്ടില്ലേ, നിശ്ചയമായും അള്ളാഹു അവൻ പതുക്കെ തെളിക്കുന്നു അല്ലെങ്കിൽ തട്ടിക്കൂട്ടുന്നു. സഹാബൻ, കാർമേഘത്തെ, അത് തുടക്കത്തിൽ സീനാണ്. സഹാബൻ എന്നാണ്. സ്വഹാബൻ സ്വാദല്ല. സ്വാദാവുമ്പോൾ സ്വഹാബ് നമുക്കറിയാം, സ്വഹാബത്ത്, സ്വഹാബികൾ എന്നൊക്കെ പറയുമ്പോൾ അനുയായികൾ, അണികൾ എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ കൂട്ടുകാർ എന്നുള്ള അർത്ഥമാണ് അതിന് കിട്ടുക. ഇത് സഹാബ്, കാർമേഘം. അപ്പോൾ കാർമേഘത്തെ അവൻ പതുക്കെ തെളിക്കുന്നു. സുമ്മ, പിന്നെ, യു അല്ലിഫു ബൈനഹു, അല്ലഫ എന്ന് പറഞ്ഞാൽ ഇണക്കി ചേർത്തു എന്നാണ്. യു അല്ലിഫു, ഇണക്കി ചേർക്കും, ഇണക്കി ചേർക്കുന്നു. യു അല്ലിഫു ബൈനഹു, ബൈന ഇടയിൽ, ബൈനഹു അതിനിടയിൽ, ഹു എന്ന് പറഞ്ഞാൽ അത്, ബൈനഹു അതിനിടയിൽ. സുമ്മ യു അല്ലിഫു ബൈനഹു, പിന്നെ അതിനിടയിൽ അവൻ ഇണക്കി ചേർക്കുന്നു. സുമ്മ, പിന്നെ, യജ്അലുഹു, ജഅല ആക്കി, യജ്അലു ആക്കും, ആക്കുന്നു. യജ്അലുഹു അതിനെ ആക്കുന്നു. റുകാമൻ, റക്കമ എന്ന് പറഞ്ഞാൽ കൂമ്പാരമായി കൂട്ടി എന്നാണ്, അല്ലെങ്കിൽ അട്ടിയായി വെച്ചു, അടുക്കാക്കി വെച്ചു. റുകാമൻ എന്ന് പറഞ്ഞാൽ അട്ടിയായിട്ട്, അടുക്കായിട്ട്, അല്ലെങ്കിൽ കട്ട പിടിച്ചത്, ഘനീഭവിച്ചത്, അങ്ങനെയൊക്കെ നമുക്കതിന് അർത്ഥം കൊടുക്കാം. ഫതറൽ വദ്ഖ, ഫതറ, റഅ കണ്ടു, തറ നീ കാണും, നീ കാണുന്നു. ഫ അപ്പോൾ, ഫതറ അപ്പോൾ താങ്കൾക്ക് കാണാം. അൽ വദ്ഖ, വദ്ഖ എന്ന് പറഞ്ഞാൽ മഴത്തുള്ളി. അപ്പോൾ മഴത്തുള്ളിയെ താങ്കൾക്ക് കാണാം. യഹ്റുജു, ഖറജ പുറത്തു വന്നു, യഹ്റുജു പുറത്തു വരും, പുറത്തു വരുന്നു. അപ്പോൾ മഴത്തുള്ളിയെ താങ്കൾക്ക് കാണാം, യഹ്റുജു പുറത്തു വരുന്നതായിട്ട് കാണാം. എവിടുന്ന്? മിൻ ഖിലാലിഹി, ഖിലാൽ എന്ന് പറഞ്ഞാൽ ഇടയിൽ, ഖിലാലിഹി അതിനിടയിൽ, മിൻ ഖിലാലിഹി അതിനിടയിൽ കൂടി, അല്ലെങ്കിൽ അതിനിടയിലായി. വയുനസ്സിലു
നസല ഇറങ്ങി, നസ്സല അല്ലെങ്കിൽ അൻസല എന്നൊക്കെ പറഞ്ഞാൽ ഇറക്കി. യുനസ്സിലു ഇറക്കും, ഇറക്കുന്നു. വയുനസ്സിലു അവൻ ഇറക്കുകയും ചെയ്യുന്നു. മിനസ്സമായി, മിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന്, സമാ ആകാശം, മിനസ്സമായി ആകാശത്ത് നിന്ന്, മിൻ ജിബാലിൻ, ജിബാൽ ജബലിൻ്റെ ബഹുവചനമാണ് ജിബാൽ, ജബല് പർവ്വതം, ജിബാല് പർവ്വതങ്ങൾ അല്ലെങ്കിൽ മലകൾ. മിൻ ജിബാലിൻ മലകളിൽ നിന്ന്, പർവ്വതങ്ങളിൽ നിന്ന്, ഫിഹ അതിലെ, അതിലുള്ള, മിൻ ബറദിൻ, മിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന്, ബറദ് ആലിപ്പഴം അല്ലെങ്കിൽ ഐസ്, മിൻ ബറദിൻ ആലിപ്പഴം, അവിടെ മിൻ സായിദായിട്ട് വന്നതാണ്. ആലിപ്പഴത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആലിപ്പഴം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബറദാണ് കേട്ടോ, ബർദല്ല. ബർദ് എന്ന് പറഞ്ഞാൽ തണുപ്പ് എന്നാണ്. റാന് സുക്കൂനാണെങ്കിൽ ബർദ് തണുപ്പ് എന്നാണ്. ബറദ് എന്നാകുമ്പോൾ ആലിപ്പഴം. ഫ യുസീബു, അസ്വാബ എന്ന് പറഞ്ഞാൽ ബാധിപ്പിച്ചു, യുസീബു ബാധിപ്പിക്കും, ബാധിപ്പിക്കുന്നു. ഫ യുസീബു അപ്പോൾ അവൻ ബാധിപ്പിക്കുന്നു, ബിഹി അതുകൊണ്ട്, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഹി എന്ന് പറഞ്ഞാൽ അത്, ബിഹി അതുകൊണ്ട്, മൈ യഷാ ഉ മൻ അവർ അല്ലെങ്കിൽ അവർക്ക്, യഷാ ഉ ഷാ ആ ഉദ്ദേശിച്ചു, യഷാ ഉ ഉദ്ദേശിക്കും, ഉദ്ദേശിക്കുന്നു. മൈ യഷാ ഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വ യസ്രിഫുഹു സ്വറഫ യസ്രിഫു, സ്വറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചു വിട്ടു എന്നാണ്. യസ്രിഫു തിരിച്ചുവിടും, തിരിച്ചുവിടുന്നു. യസ്രിഫുഹു അതിനെ തിരിച്ചുവിടുന്നു. വ യസ്രിഫുഹു അതിനെ തിരിച്ചുവിടുകയും ചെയ്യുന്നു. വാവ് അത്ഫിൻ്റെ വാവ്. അമ്മൈ യഷാ, അൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഇൽ നിന്ന്. സാധാരണഗതിയിൽ അൻ എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് നോക്കിയാണ് നമ്മൾ അർത്ഥം കൊടുക്കുക. ഇവിടെ അതിൽ നിന്ന്. മൻ, മൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ. യഷാ ഉ അവൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അൻ മൻ യഷാ എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന്. യക്കാദു സനാബർഖി, യക്കാദു കാദ ആകുമാറായി, യക്കാദു ആകുമാറാകും, ആകുമാറാകുന്നു. സനാബർഖി, സനാ എന്ന് പറഞ്ഞാൽ വെളിച്ചം, പ്രകാശം, ശോഭ. ഈ സന എന്നുള്ള പദം അത് ഇസ്മായിട്ടും ഫീലായിട്ടും ഉപയോഗിക്കും, നാമമായിട്ടും ക്രിയയായിട്ടും ഉപയോഗിക്കുന്ന പദമാണ്. ബർഖി, ബർഖത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ബർക്ക്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മിന്നൽ. ഈ ബർക്കത്ത് എന്നുള്ളതിൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. ബർക്കത്തല്ല. സാധാരണ നമ്മൾ ബർക്കത്ത് എന്ന് പറയുമ്പോൾ കാഫാണ് അവിടെ അക്ഷരം. ഇവിടെ ബർക്കത്ത് ഖാഫാണ്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മിന്നൽ. ബർഖി അതിൻ്റെ മിന്നലിൻ്റെ. അപ്പോൾ സനാ ബർഖി അതിൻ്റെ മിന്നലിൻ്റെ തിളക്കം. യദ്ഹബു ദഹബ പോയി, യദ്ഹബു പോകും, പോകുന്നു. യദ്ഹബു ആ യദ്ഹബു എന്നുള്ളതിലേക്കാണ് ശരിക്കും തുടക്കത്തിലുള്ള യക്കാദുവിൻ്റെ അർത്ഥം ചേർക്കേണ്ടത്. അങ്ങനെ ആകുമാറാകും എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ യക്കാദു യദ്ഹബു എന്നുള്ള രൂപത്തിലാണ് അർത്ഥം കൊടുക്കുക. യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകും അല്ലെങ്കിൽ പോകുന്നു. യക്കാദു എന്ന് പറയുമ്പോൾ ആകുമാറാകും. അപ്പോൾ പോകുമാറാകും. ബിൽ അബ്സ്വാർ, ബസ്വർ എന്ന് പറഞ്ഞാൽ കാഴ്ച, അബ്സ്വാർ കാഴ്ചകൾ. ബിൽ അബ്സ്വാർ കാഴ്ചകളെ കൊണ്ട്. അപ്പോൾ ശരിക്ക് യദ്ഹബു ബി കൊണ്ടുപോകുമെന്നുള്ള രൂപത്തിലാണ് അവിടെ അർത്ഥം കിട്ടുക. കാഴ്ചകളെ കൊണ്ടുപോകുമാറാകും. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ, നിശ്ചയമായും അള്ളാഹു കാർമേഘത്തെ പതുക്കെ ചലിപ്പിക്കുന്നത്, പതുക്കെ തെളിച്ചു കൊണ്ടുപോകുന്നത് താങ്കൾ കണ്ടില്ലേ. സുമ്മ യുഅല്ലിഫു ബൈന പിന്നെ അവക്കിടയിൽ അവൻ ഇണക്കി ചേർക്കുന്നു. സുമ്മ യജാലുഹു റുക്കാമൻ പിന്നെ അവൻ അതിനെ അടുക്കാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ അട്ടിയാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഘനീഭവിപ്പിക്കുന്നു, അല്ലെങ്കിൽ കട്ട പിടിപ്പിക്കുന്നു. ഫതറൽ വദഖ യഖ്റുജു മിൻ ഖിലാലിഹി പിന്നെ അവക്കിടയിലൂടെ മഴത്തുള്ളികൾ വരുന്നതായിട്ട് താങ്കൾക്ക് കാണാം. വയുനസ്സിലു മിനസ്സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദ് അതിലെ മലകൾ പോലെയുള്ള മേഘങ്ങളിൽ നിന്ന് ആലിപ്പഴം അവൻ ഇറക്കുന്നതായിട്ടും താങ്കൾക്ക് കാണാം. ഫയുസീബു ബിഹി മൻ യശാഉ വയസ്രിഫുഹു അമ്മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവരെ അത് ബാധിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അവൻ അതിനെ തടയുകയും ചെയ്യുന്നു. യക്കാദു സനാബർഖി യദ്ഹബു ബിൽ അബ്സ്വാർ അതിൻ്റെ മിന്നലിൻ്റെ തിളക്കം അത് കണ്ണുകളെ അല്ലെങ്കിൽ കാഴ്ചകളെ കൊണ്ടുപോകുമാറാകും, അല്ലെങ്കിൽ കണ്ണഞ്ചിപ്പോകുന്ന തരത്തിലുള്ള മിന്നലാണ് അതിലുണ്ടാകുന്നത്. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. നോക്കുന്നുള്ള ഈ ഒരു ആയത്തിൽ അള്ളാഹു ഒരു വലിയ ദൃഷ്ടാന്തത്തെ കൃത്യമായിട്ട് എടുത്തു കാണിക്കുകയാണ്. മേഘങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത്. അത്
മേഘത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ്. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ കടലിൽ നിന്നും അതുപോലെ മറ്റ് ജലാശയങ്ങളിൽ നിന്നൊക്കെ സൂര്യൻ്റെ ചൂടേറ്റിട്ട് ചൂട് പിടിച്ച് വെള്ളം മേലേക്ക് ഉയരുന്നു. ചൂട് പിടിച്ചു കഴിഞ്ഞാൽ വെള്ളം മേലേക്ക് ഉയരുന്നു. നമുക്കറിയാം, ഒരു തുണി അത് നനഞ്ഞത് നമ്മൾ ഉണക്കാനിട്ടാൽ വെയിലത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ഉണങ്ങുന്നു. അപ്പോൾ അതിലെ വെള്ളം എവിടെ പോയി? ആ വെള്ളം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രൂപത്തിൽ ആകാശത്തേക്ക് ഉയർന്നു. അതിനെയാണ് നീരാവിയായിട്ട് അല്ലെങ്കിൽ ബാഷ്പമായിട്ട് മേലേക്ക് പോവാന്ന് പറഞ്ഞത്. വെള്ളം ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അത് ബാഷ്പമായിട്ട് മേലേക്ക് പോകും. അങ്ങനെ മേലേക്ക് ഉയരുന്നു. പക്ഷെ ഇവിടെ ഒരു അത്ഭുതമുണ്ട്. കടലിലെ വെള്ളം എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഏറ്റവും കൂടുതൽ മേലേക്ക് ഉയരുക. കടലിലെ വെള്ളം ഉപ്പുവെള്ളമാണ്. ആ ഉപ്പുവെള്ളത്തിൻ്റെ ഉപ്പ് മേലേക്ക് ഉയരുന്നില്ല, ആ വെള്ളം മാത്രമേ ഉയരുന്നുള്ളൂ. നമ്മൾ കടലിൽ പോയിട്ട് ഒരല്പം വെള്ളം കോരിയെടുത്താൽ ഉപ്പില്ലാതെ വെറും വെള്ളം മാത്രം എടുക്കാൻ നമുക്ക് കിട്ടൂല. പക്ഷെ അള്ളാഹു മേലേക്ക് ഉയർത്തുമ്പോൾ ഉപ്പിനെ അവിടെ നിർത്തി വെള്ളത്തെ മാത്രമാണ് ഉയർത്തുന്നത്. നോക്കൂ നിങ്ങൾ, അവിടെയും നമ്മൾ ചിന്തിക്കാനുണ്ട്. അങ്ങനെ ആ ഒരു വെള്ളം മേലേക്ക് ഉയർന്നതിന് ശേഷം പിന്നീട് ആകാശത്തിൻ്റെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ മുകൾ ഭാഗത്തെത്തി അത് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകാശത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക്, വളരെയധികം മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോൾ അത് തണുക്കും. മുകൾ ഭാഗത്തെത്തുമ്പോൾ തണുക്കും. മാത്രമല്ല, ധ്രുവങ്ങളിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് അതിനെ തണുപ്പിക്കുകയും ചെയ്യും. ധ്രുവപ്രദേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭൂമിയുടെ എല്ലാ സ്ഥലത്തും നമ്മളിപ്പോൾ താമസിക്കുന്ന പോലെയുള്ള ഈ രൂപത്തിലുള്ള അവസ്ഥയല്ല ഉള്ളത്. ഭൂമിയുടെ 2 ധ്രുവങ്ങളിൽ മഞ്ഞുകട്ടകളാണ്, ഐസ് കട്ടകളാണുള്ളത്. അവിടെ നിന്നൊക്കെയുള്ള കാറ്റുകൾ വരുമ്പോൾ തണുത്ത കാറ്റായിരിക്കും. ആ തണുത്ത കാറ്റ് ഈ പറഞ്ഞ ബാഷ്പത്തിൻ്റെ മേലെ തട്ടുമ്പോൾ ആ ബാഷ്പം തണുക്കും. അപ്പം എന്താ സംഭവിക്കുക? നേരത്തെ ചൂടേറ്റിട്ട് വെള്ളം ബാഷ്പമായി എങ്കിൽ ആ ബാഷ്പം തണുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പോലെ വെള്ളമായിട്ട് മാറൂലേ? അങ്ങനെ വെള്ളമായിട്ട് മാറുന്നു. ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നു, കാറ്റിനാലും മറ്റുമൊക്കെ. അങ്ങനെ അള്ളാഹു ആ ഒരു മേഘത്തെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നതിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നോക്കൂ നിങ്ങൾ, 1 കിലോമീറ്റർ ചതുരശ്ര മീറ്ററിൽ 1 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയുമുള്ള അത്രയും സ്ഥലത്ത്, അത്രയും വിസ്തീർണമുള്ള സ്ഥലത്ത് ഏകദേശം 5000 ലക്ഷം ഗ്രാം വെള്ളത്തുള്ളികളുണ്ട് എന്നാണ് ശാസ്ത്രത്തിൻ്റെ കണക്ക്. അപ്പോൾ ഇത്രയും ഭാരമുള്ള വെള്ളത്തുള്ളികൾ ആകാശത്ത് എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്നത്? അത് താഴേക്ക് വീഴാതെ ആ ഒരു വെള്ളത്തിൻ്റെ അത്രയും വെള്ളത്തുള്ളികൾ ആകാശത്ത് ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു അതിനിങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്നു. അവിടെയാണ് അള്ളാഹു ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടമാണ് ഈ ആയത്തിൽ പറയുന്ന കാര്യം. യുസ്ജി സഹാബൻ, കാർമേഘത്തെ അള്ളാഹു തെളിച്ചു കൊണ്ടുപോകുന്നു. സുമ്മ യു അല്ലിഫു ബൈനഹു, പിന്നെ അവയ്ക്കിടയിൽ ഇണക്കി ചേർക്കുന്നു. പിന്നെ ഈ ബാഷ്പം മഴത്തുള്ളികളായി മാറിയത് അല്ലെങ്കിൽ വെള്ളത്തുള്ളികളായി മാറിയതിനെ അള്ളാഹു ഇണക്കി ചേർക്കുന്നു. അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു തുള്ളികൾ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് വരുമ്പോൾ അത് കുറച്ച് വലിയ തുള്ളികളായിട്ട് മാറും. മാത്രമല്ല, അവിടെ ഇണക്കി ചേർക്കലിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. അള്ളാഹു ആകാശത്തിലുള്ള, അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളും അതുപോലെയുള്ള മറ്റു ചില സാധനങ്ങളൊക്കെയുമായിട്ട് ഈ ഒരു വെള്ളത്തുള്ളികളെ ഇണക്കി ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് അത് ശരിക്കുള്ള മേഘമായിട്ട് മാറുന്നത്. അങ്ങനെ അത് ശരിക്ക് ഈ പറഞ്ഞ ഈ തെളിച്ചു കൊണ്ടുപോകലിൻ്റെ മുമ്പത്തെ ഘട്ടമാണ്. അങ്ങനെ അതിനെ ആ ഒരു മേഘമാക്കി മാറ്റുന്നു, ആ മേഘത്തെ തെളിച്ചു കൊണ്ടുപോകുന്നു. ഇതിൽ മലകൾ പോലെ ഉയർന്നു നിൽക്കുന്ന, മേലേക്ക് ഉയർന്നു വരുന്ന മേഘങ്ങളുണ്ട്. ആ മേഘത്തിൻ്റെ മുകൾ ഭാഗം നല്ല തണുപ്പായിരിക്കും. ആ തണുപ്പുള്ള ഭാഗത്ത് ഐസ് കട്ടകൾ രൂപപ്പെടും. അവിടെ കൂടുതൽ വെള്ളത്തുള്ളികൾ രൂപപ്പെടും. ആ ഐസ് കട്ടകളും ഈ വെള്ളത്തുള്ളികളും തമ്മിൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവ തമ്മിൽ ഉരസുന്ന സമയത്ത് അവിടെ കറണ്ട് രൂപപ്പെടും, അല്ലെങ്കിൽ ചാർജ് രൂപപ്പെടും. പോസിറ്റീവും നെഗറ്റീവും ചാർജുകൾ രൂപപ്പെടും. നമുക്കറിയാം, നമ്മുടെ 2 കൈകൾ തമ്മിൽ കൂട്ടി ഉരസിയാൽ തന്നെ അവിടെ ചൂട് വരുന്നില്ലേ? അതൊരു തരം കറണ്ട് രൂപപ്പെടലാണ്. അപ്പോൾ ഈ തരത്തിൽ മേഘങ്ങളിൽ അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസുന്ന സമയത്ത്, മഴത്തുള്ളികളും അല്ലെങ്കിൽ വെള്ളത്തുള്ളികളും ഐസ് കട്ടുകളും പരസ്പരം ഉരസുന്ന സമയത്ത് അതിനിടയിൽ ഒരു സ്ഥിര വൈദ്യുതി അത് രൂപപ്പെടും. അതിൽ തന്നെ ചെറിയ തുള്ളികളിലും ചെറിയ ഐസ് കട്ടകളിലും രൂപപ്പെടുന്നത് പോസിറ്റീവ് ചാർജും, വലിയ തുള്ളികളിലും വലിയ ഐസ് കട്ടകളിലും രൂപപ്പെടുന്നത് നെഗറ്റീവ് ചാർജും ആയിരിക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ, ചെറിയ തുള്ളികളും ചെറിയ ഐസ് കട്ടകളും
അവയ്ക്ക് ഭാരം കുറവായതുകൊണ്ട് അവ മേലേക്ക് പോകും. അപ്പോൾ പോസിറ്റീവ് ചാർജ് മേലേക്ക് പോകും. വലിയ കട്ടകളും വലിയ തുള്ളികളും അത് താഴേക്ക് വരും. അതിന് കനം കൂടുതലാണല്ലോ, ഭാരം കൂടുതലാണല്ലോ, അത് താഴേക്ക് വരും. അപ്പോൾ ആ താഴേക്ക് വരുന്നതിന് നെഗറ്റീവ് ചാർജുമാണ്. അപ്പോൾ ശരിക്കും ഒരു മല പോലെയുള്ള മേഘത്തിൻ്റെ ഉള്ളിൽ തന്നെ 2 തരം ചാർജുകൾ രൂപപ്പെട്ടു. ഒരു ഭാഗത്ത് പോസിറ്റീവും ഒരു ഭാഗത്ത് നെഗറ്റീവും. മേലെ ഭാഗത്ത് പോസിറ്റീവും താഴെ ഭാഗത്ത് നെഗറ്റീവും. അവയ്ക്കിടയിൽ തന്നെ വൈദ്യുതി പ്രവഹിക്കാം. അതൊരു മേഘത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങുന്ന വൈദ്യുതിയാണ്. അങ്ങനെ വൈദ്യുതി പ്രവഹിക്കുന്നത് മിന്നലായിട്ട് വരും. ഇനി ഒരു മേഘത്തിൽ നിന്ന് മറ്റൊരു മേഘത്തിലേക്ക് വൈദ്യുതി പ്രവഹിക്കാം. കാരണം 2 മേഘങ്ങളിൽ ഒരു മേഘത്തിൻ്റെ ചാർജ് മറ്റൊരു മേഘത്തിലേക്ക് പോകാം. കാരണം രണ്ടാമത്തെ മേഘത്തിലും ഇതുപോലെ ചാർജുകൾ ഉണ്ടാവുമല്ലോ. ഇനി ഒരു മേഘത്തിൻ്റെ അടിഭാഗത്തുള്ള ആ നെഗറ്റീവ് ചാർജുകൾ അത് ഭൂമിയിലേക്ക് പ്രവഹിക്കാം. ശരിക്കും പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള വായു കറണ്ടിനെ കടത്തിവിടുന്നില്ലെങ്കിലും വളരെ വലിയ വൈദ്യുതിയാകുമ്പോൾ ആ ഒരു മേഘത്തിലെ ചാർജ് അന്തരീക്ഷത്തിലൂടെ ഭൂമിയിലേക്ക് പ്രവഹിക്കും. അങ്ങനെ ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നതാണ് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന മിന്നൽ. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി, ആ മിന്നലാണ് ശരിക്കും അപകടകാരിയായ മിന്നൽ. മറ്റത് മേഘത്തിൻ്റെ ഉള്ളിലോ ഒരു മേഘത്തിൽ നിന്ന് മറ്റൊരു മേഘത്തിലേക്കോ ഉണ്ടാകുന്ന മിന്നൽ അത് നമുക്കിങ്ങനെ കാണാമെന്നല്ലാതെ അത് ഭൂമിയിലേക്ക് വരുന്നില്ല, അത് ആളുകൾക്ക് അപകടം ഉണ്ടാക്കുന്നില്ല. എന്നാൽ താഴേക്ക് വരുന്ന ഭൂമിയിലേക്ക് വരുന്ന വൈദ്യുതി അത് വലിയ അപകടകാരിയാണ്. കാരണം അതിന് വേഗത തന്നെ വളരെ കൂടുതലാണ്. മാത്രവുമല്ല 20,000 മുതൽ 30,000 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കും അത് അന്തരീക്ഷത്തിലുള്ള ആ ഒരു ഭാഗത്തെ. അത്ര വലിയ ചൂടുണ്ടാക്കും. അങ്ങനെ ആ ഒരു മിന്നൽ താഴേക്ക് കടന്നു വരുന്ന സമയത്ത് ആ അന്തരീക്ഷത്തിലെ വായു ഭാഗങ്ങൾ അത് പെട്ടെന്ന് വികസിക്കുകയും ഒരു പെട്ടെന്നുള്ള വികാസം അതൊരു ശബ്ദമായി മാറുകയും ചെയ്യും. അതാണ് നമ്മൾ ഇടിയായിട്ട് കേൾക്കുന്നത്, ഇടിശബ്ദമായിട്ട് കേൾക്കുന്നത്. ശരിക്ക് ഈ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുന്നത് ഒരേ സമയത്ത് തന്നെയാണ്. രണ്ടും ഒപ്പമാണ് ഉണ്ടാകുന്നത്. പക്ഷേ വേഗത കൂടുതലുള്ളത് പ്രകാശത്തിനാണ്. അതുകൊണ്ട് ആ മിന്നലിൻ്റെ ആ പ്രകാശം നമ്മൾ ആദ്യം കാണും. അത് കണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇടിയുടെ ശബ്ദം കേൾക്കുക. സംഭവം രണ്ടും ഉണ്ടാകുന്നത് ഒരേ സമയത്താണ്. ശബ്ദത്തിന് വേഗത കുറവായതുകൊണ്ട് നമ്മുടെ കാതിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. രണ്ടും ഒരേ സമയത്താണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ഒരു ഇടിമിന്നൽ ഈ രൂപത്തിൽ രൂപപ്പെടുന്നു. നോക്കൂ നിങ്ങൾ, ആകാശത്തേക്ക് ഉയരുന്ന ബാഷ്പത്തെ അള്ളാഹു ഇണക്കി ചേർക്കുന്നുണ്ട്, മേഘങ്ങളാക്കി മാറ്റുന്നുണ്ട്. ആ മേഘത്തെ അള്ളാഹു തെളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം അവയെ ഒരു കൂമ്പാരമാക്കി അട്ടിയാക്കി മാറ്റുന്നുണ്ട്. സുമ്മ യജാലുഹു റുക്കാമൻ, അതിനെ കട്ടിയാക്കി മാറ്റുന്നുണ്ട്. അത് പല രൂപത്തിലും ആവാം. അട്ടിയായിട്ട് മുകളിലേക്ക് ഇങ്ങനെ അട്ടിയായി മല പോലെ ആക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിലും വരാം. അല്ലെങ്കിൽ അതിനെ കട്ട പിടിപ്പിച്ച് ഘനീഭവിപ്പിച്ച് മഴത്തുള്ളികളാക്കി അല്ലെങ്കിൽ ഐസ് കട്ടകൾ പോലെ ആക്കിയിട്ട് അള്ളാഹു ആ ഒരു ബാഷ്പത്തെ മാറ്റുന്നുണ്ട്. അങ്ങനെയും ആവാം. ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലിഹി, അതിനുശേഷം ആ മേഘങ്ങളുടെ ഇടയിലൂടെ മഴത്തുള്ളികൾ താഴേക്ക് വരുന്നു. അവിടെയും ദൃഷ്ടാന്തമുണ്ട്. ആലോചിച്ച് നോക്കണേ, ഈ മഴത്തുള്ളികൾ അല്ലാതെ താഴേക്ക് വന്നിരുന്നെങ്കിലുള്ളൊരവസ്ഥ. ഒന്നിച്ച് അത്രയും വെള്ളം ഒന്നിച്ചൊരേ സ്ഥലത്തേക്ക് നമ്മളൊരു ബക്കറ്റിലൊക്കെ എടുത്ത് കോരിച്ചൊരിയുന്ന പോലെ ഒരു ഭാഗത്തേക്ക് ഒന്നിച്ച് ആ മഴ ഒന്നിച്ചങ്ങ് വന്നാൽ എന്തായിരിക്കും ആ സ്ഥലത്തിൻ്റെ അവസ്ഥ? ആലോചിച്ച് നോക്കൂ. ഇത്രയും വെള്ളം. പലപ്പോഴും നമുക്കറിയാം വെള്ളപ്പൊക്കം കാരണമൊക്കെ ചില സ്ഥലങ്ങളിൽ ആ സ്ഥലത്തുള്ള ബിൽഡിങ്ങുകൾ പോലും വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങാറുണ്ട്. ചില വീടുകൾ, ഇരുനില വീടുകൾ പോലും വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകാറുണ്ട്. അത്രയധികം വെള്ളം. അപ്പോൾ ഇത്രയധികം വെള്ളം ആകാശത്തെ എങ്ങനെയാണ് അവിടെ താഴേക്ക് വീഴാതെ കെട്ടി നിർത്തിയത്? എങ്ങനെയാണ്? ആ വെള്ളമെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കോരിച്ചൊരിഞ്ഞിരുന്നുവെങ്കിൽ, ഒരേ സ്ഥലത്ത് മാത്രമായിട്ട് കോരിച്ചൊരിഞ്ഞെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു അതിനെ തുള്ളികളാക്കിയിട്ടാണ് താഴേക്ക് വീഴ്ത്തിയത്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയാസമില്ല ആ തരത്തിൽ അത് വീഴുന്നത് കൊണ്ട്. ഇനി അങ്ങനെ തുള്ളികളാക്കി വീഴ്ത്തിയതിലും മറ്റൊരു അത്ഭുതമുണ്ട്. നമുക്കറിയാം, മേലെ നിന്ന് താഴേക്കൊരു സാധനം വീഴുമ്പോൾ താഴേക്ക് എത്തുമ്പോഴേക്ക് അതിൻ്റെ വേഗത കൂടി വരണം. ഒരു കല്ലൊക്കെ മേലെ നിന്ന് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ താഴേക്ക് എത്തുമ്പോഴേക്ക് വേഗത കൂടി വരും. അങ്ങനെയാണെങ്കിൽ എത്രയോ ഉയരങ്ങളിൽ നിന്ന് വരുന്ന മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് എത്തുമ്പോഴേക്ക് എത്ര വേഗത കൂടണം? പക്ഷേ വേഗത കാരണം എവിടെയും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ. കാരണം അള്ളാഹു ഒരു നിശ്ചിത ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വേഗതയെ ക്രമീകരിക്കുന്നുണ്ട്. അങ്ങനെ ക്രമീകരിച്ചതിന് ശേഷമാണ് താഴേക്ക് വിടുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് ദൃഷ്ടാന്തം കാണാം. വയുനസ്സിലു മിനസ്സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദ്, മല പോലെയുള്ള മേഘങ്ങളിൽ നിന്ന് അവൻ ആലിപ്പഴം ഇറക്കുന്നു. അത് ഈ മിൻ ജിബാലിൻ എന്ന് പറയുമ്പോൾ ആകാശത്തുള്ള മല പോലെയുള്ള മേഘങ്ങളാവാം, അല്ലെങ്കിൽ ഭൂമിയിലെ മഞ്ഞ് മലകളും ആവാം. രണ്ടും ഇവിടെ യോജിക്കും. ആകാശത്ത് വലിയ കുന്നുകൂടിയ മലകൾ പോലെയുള്ള മേഘങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം വളരെയധികം തണുത്തതായിരിക്കും. അവിടെ ഐസ് കട്ടകൾ ഉണ്ടാവും. ആ ഐസ് കട്ടകളിൽ ചിലത്
നേരെ താഴേക്ക് വീഴുമ്പോൾ അതാണ് ആലിപ്പഴമായിട്ട് നമ്മൾ പറയുന്നത്. ആ ഒരു ഐസ് കട്ടകൾ താഴേക്ക് വീഴുന്നു. അതും നിങ്ങൾക്ക് കാണാം. ഫയുസീബു ബിഹി മൻ യശാഉ വയസ്രിഫു അമ്മൻ യശാ. അങ്ങനെ ആ മഴയും ആലിപ്പഴവും ഒക്കെ താഴേക്ക് വീഴുന്നതിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ അതുകൊണ്ട് ബാധിപ്പിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അവൻ അതിനെ തടയുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ചില ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. അവൻ ആർക്കാണോ ആ ഇടിമിന്നൽ ഏൽക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് അത് കൊള്ളും. ഇനി ആർക്കാണോ അത് അവൻ തടയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ളവരിൽ നിന്ന് അവൻ അതിനെ തടയുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രപഞ്ച പ്രതിഭാസം അത് ഇന്നേ വരെ ഒരാളും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. ഞാനാണ് മേഘത്തെ ഉണ്ടാക്കുന്നത്, ഞാനാണ് ഇടിമിന്നൽ ഉണ്ടാക്കുന്നത് എന്നോ ഞാനാണ് ഈ രൂപത്തിൽ നിങ്ങൾക്ക് മഴ നൽകുന്നത് എന്നോ ഒരാളും ഇന്നേ വരെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ആർക്കെങ്കിലും കഴിയോ? അള്ളാഹു നമുക്ക് മഴ നൽകിയിട്ടില്ലെങ്കിൽ മഴയെ ഉണ്ടാക്കി തരാൻ ആർക്കെങ്കിലും കഴിയോ? കൃത്രിമമായിട്ടൊക്കെ മഴ പെയ്യിപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടത്ര മഴ ഉണ്ടാക്കാൻ സാധിക്കുമോ? കൃത്രിമമായിട്ടൊക്കെ ഒരു ലാബിൽ മഴ പെയ്യിപ്പിക്കണമെങ്കിൽ എത്ര ചിലവാണെന്നറിയോ? അത് ഒരിക്കലും നമുക്കൊരു സ്ഥിരമായ ഒരു ജീവിതത്തിന് പറ്റുന്നതല്ല. അതൊക്കെ ഒരു പരീക്ഷണത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ഇങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുള്ളൂ. അതേസമയം അള്ളാഹു നമുക്ക് വളരെയധികം സുലഭമായി മഴ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനി അള്ളാഹു പറയാണ് യകാദു സനാബർഖഹി യദ്ഹബു ബിൽ അബ്സ്വാർ. അതിൻ്റെ ആ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നൽ അത് നമ്മുടെ കാഴ്ചയെ കൊണ്ടുപോകുമാറാകും. എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചിപ്പോകും ആ മിന്നലിൻ്റെ പ്രകാശം. അപ്പോൾ എങ്ങനെയാണ് മിന്നൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഈ രൂപത്തിൽ മേഘങ്ങളെയും മിന്നലിനെയും അള്ളാഹു സൃഷ്ടിച്ചു. ഇവിടെ നമ്മൾ സ്കൂളുകളിലും മറ്റുമൊക്കെ ഈ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് മേഘം, എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത്, ഇതൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അത് പഠിക്കാൻ നമ്മൾ വിട്ടുപോകുന്നു. അതെന്താണ്? ആരാണ് ഈ മേഘത്തെ സൃഷ്ടിച്ചത്? ആരാണ് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയത്? ഇത് നമ്മളാരെങ്കിലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുത്തൊരു കാര്യമല്ലല്ലോ. കടലിലെ വെള്ളം മേലേക്ക് ഉയർത്തലും മറ്റുമൊക്കെ നമ്മൾ ആദ്യം ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷം പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല. ഇങ്ങനൊരു സംഗതി ഉള്ളത് കൊണ്ടാണ് നമുക്കതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റിയത്. ഇങ്ങനെ മഴ പെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് ആളുകൾക്ക് എന്താണ് ഈ മഴയ്ക്ക് കാരണം, എങ്ങനെയാണ് ഈ മഴ ഉണ്ടാകുന്നത് എന്ന് പഠിക്കാൻ പറ്റിയത്. അങ്ങനെ ഒരു സംഗതി ആദ്യം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണത് ആദ്യം ഉണ്ടായത്? ഈ കടലിലെ വെള്ളം മേലേക്ക് ഉയർത്തുന്നത് ആരാണ്? അങ്ങനെ സംവിധാനം ഉണ്ടാക്കിയത് ആരാണ്? ചൂട് ആകുന്ന സമയത്ത് മേലേക്ക് ഉയരണം. ആരാണ് അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാക്കിയത്? മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാറ്റുകൊണ്ട് അതിനെ തണുപ്പിക്കണം. തണുത്തതങ്ങനെ നീങ്ങിപ്പോകണം. അങ്ങനെ നീങ്ങിപ്പോയതിന് ശേഷം അവ ജലകണങ്ങളായിട്ട് മാറുമ്പോൾ അത് ഇണങ്ങിച്ചേരും. അങ്ങനെ ഇണങ്ങിച്ചേരുന്ന സമയത്ത് ഭാരം കൂടും. ഭാരം കൂടുമ്പോൾ അത് താഴേക്ക് വീഴും, മഴത്തുള്ളികളായിട്ട് താഴേക്ക് വീഴും. നോക്കൂ നിങ്ങൾ, അള്ളാഹു വല്ലാത്തൊരു ദൃഷ്ടാന്തല്ലേ ഉണ്ടാക്കിയത്. ഇനി ഇത് മാത്രമല്ല, നമ്മളുടെ ഒരു സാധാരണ ബുദ്ധിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ കടലിലെ വെള്ളം മേലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അത് എല്ലാ സ്ഥലത്തും ഒരുപോലെ മഴ പെയ്യിപ്പിക്കണ്ടേ? ഞാൻ സാധാരണഗതിയിൽ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടാവും. അറബിക്കടലിൻ്റെ ഒരു ഭാഗത്ത് സൗദി അറേബ്യയാണ്, അല്ലെങ്കിൽ ജിദ്ദയാണ്. ആ അറബിക്കടലിൻ്റെ മറ്റേ ഭാഗത്ത് നമ്മുടെ കേരളം അടങ്ങുന്ന ഇന്ത്യയാണ്. അപ്പോൾ അറബിക്കടലിൻ്റെ ഒരു ഭാഗത്ത് സൗദി അറേബ്യ, ഒരു ഭാഗത്ത് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരളം. അങ്ങനെയാണെങ്കിൽ അറബിക്കടലിൽ നിന്ന് മേലേക്ക് ഉയരുന്ന ഈ ഒരു ബാഷ്പകണങ്ങൾ അത് മേലേക്കെത്തിയതിന് ശേഷം, അന്തരീക്ഷത്തിൻ്റെ മുകളിലെത്തിയതിന് ശേഷം രണ്ട് രാജ്യങ്ങളിലേക്കും തുല്യമായിട്ട് പോയിട്ട് രണ്ട് രാജ്യത്തും തുല്യമായിട്ട് മഴ പെയ്യണ്ടേ? പക്ഷെ അങ്ങനെയല്ലോ അള്ളാഹു മഴ പെയ്യിപ്പിക്കുന്നത്. ആ സൗദി അറേബ്യയിൽ ഒരുപക്ഷെ ഒരു വർഷത്തിൽ 2 or 3 ഒക്കെ മഴ കിട്ടിയേക്കാം. നമ്മളുടെ നാട്ടിലോ ഒരു വർഷത്തിൽ മാസങ്ങളോളം മഴയാണ്. ഇതെങ്ങാനും നേരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലോ? ഏതെങ്കിലും ഒരു വർഷം നമുക്ക് 2 or 3 ദിവസം മാത്രം മഴ ഒരു കൊല്ലത്തിൽ. സൗദി അറേബ്യയിൽ ഒരു തുടർച്ചയായിട്ട് മാസങ്ങളോളം മഴ. ആ രാജ്യം ഉണ്ടാവുമോ? അപ്പോൾ അള്ളാഹു ഓരോ ആളുകൾക്കും ഓരോ രാജ്യത്തിനും എത്രയാണ് കൊടുക്കേണ്ടത് എന്ന കൃത്യമായ തീരുമാനത്തോടു കൂടിയാണ് കൊടുക്കുന്നത്. ഒരു റേഷൻ സംവിധാനമാണ്. ഓരോരുത്തർക്കും എത്ര കൊടുക്കണം എന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് ആ മേഘത്തെ സൗദി അറേബ്യയിൽ എത്ര മഴ പെയ്യണോ അതിനനുസരിച്ചുള്ള മേഘങ്ങളെയാണ് അങ്ങോട്ട് വിടുന്നത്. ഇന്ത്യയിൽ എത്ര മഴ പെയ്യണോ അതിനനുസരിച്ചുള്ള മേഘങ്ങളെയാണ് ഇങ്ങോട്ട് വിടുന്നത്. അതല്ലാതെ എല്ലാ രാജ്യക്കാർക്കും തുല്യമായിട്ട് മഴ പെയ്യിപ്പിക്കല്ല. ഓരോരുത്തർക്കും ആവശ്യമുള്ളതിനനുസരിച്ച് കൊടുക്കുന്നു. ഇനി മഴ കിട്ടുന്നത് നോക്കൂ നിങ്ങൾ.
അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്കും അള്ളാഹുവിനെ കൃത്യമായി അനുസരിക്കുന്നവർക്കും മാത്രമാണോ മഴ പെയ്യുന്നത്? അല്ല, എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ആ കാരുണ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്കും അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾക്കും ഒക്കെ, അള്ളാഹുവിന് പുറമെ മറ്റുള്ള ഒരുപാട് ദൈവങ്ങളെ വിളിച്ച് ആരാധിക്കുന്നവർക്കുമൊക്കെ അള്ളാഹു ആ മഴ എന്നുള്ള അനുഗ്രഹം നൽകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഇത് വലിയൊരു ദൃഷ്ടാന്തമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിലൂടെ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. അലം തറ അന്നല്ലാഹ, നൂനിൻ്റെ ശബ്ദം മണിക്കണം. യുസ്ജി സഹാബൻ, സഹാബൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ ബ എന്ന് തെൻവീനാണ്, ശേഷം സ ആണ്. സാഇൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ സഹാബ സുമ്മ, സുമ്മ മീമിൻ്റെ ശബ്ദം മണിക്കുക. യു അല്ലിഫു ബൈനഹു, ബൈനഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാഉ ദമീർ, അതിന് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്, അതുകൊണ്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. ബൈനഹു സുമ്മ മീമിൻ്റെ ശബ്ദം മണിക്കുക. യജ്അലുഹു, അവിടെ ജീമിൻ്റെ സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം. യജ്അലുഹു, ഹു അവസാനത്തെ ഹാഉ ദമീറിനെ രണ്ടക്ഷരം നീട്ടുക, കാരണം മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. റുക്കാമൻ, റുക്കാമൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിന് തെൻവീനാണ്, അതിനുശേഷം ഫ ആണ്. ഫിൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ റുക്കാമ ഫത്തറ. ഫത്തറൽ വദ്ഖ, ദാലിൻ്റെ സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, വെളിവാക്കി പറയാം അല്ലെങ്കിൽ കട്ടിയിൽ പറയാം. വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, ഖാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, അതിനെ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി പറയണം. മിൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. മിൻ ഖിലാലിഹി അവസാനത്തെ ഹാഉ ദമീറിനെ രണ്ടക്ഷരം നീട്ടുക, കാരണം അവിടെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. ഖിലാലിഹി വയുനസ്സിലു മിനസ് സമാഇ, അവിടെ മീമിന് മദ്ദുണ്ട്, മണിക്കാനുണ്ട്, ശേഷം ഹംസയാണ്. മദ്ദും ഹംസയും ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് വന്നത്, അതുകൊണ്ട് നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടുക. മദ് മുത്തസിൽ. മിൻ ജിബാലിൻ, ജീമിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, അതിന് ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. മിൻ ജിബാലിൻ. ജിബാലിൻ ഫിഹ, അവിടെയും അങ്ങനെ, ഫിൻ്റെ മുമ്പ് തെൻവീന് വന്നു, ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. മിംബറദിൻ, അവിടെ ശ്രദ്ധിക്കണം, ബാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, അവിടെ ബാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നാൽ ആ സുക്കൂണിലെ നൂനിനെ മീമാക്കിയിട്ട് മീമിൻ്റെ ശബ്ദമാക്കിയിട്ടാണ് മാറ്റേണ്ടത്. അതിന് ഇഖ്ലാബ് എന്നാണ് പറയുക. അപ്പം മിൻ എന്നല്ല, മിം, സാവകാശം മീമിലേക്ക് പോവുക. മിംബറദിൻ. ബറദിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം ഫ ആണ്, അവിടെ ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. ബറദിൻ ഫ യുസീബു ബിഹി, ആ ഹാഉ ദമീറിനെ രണ്ടക്ഷരം നീട്ടുക, കാരണം മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. മൈ യശാഉ, യാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന്, ആ സുക്കൂണിലെ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പം മൈ യശാഉ, മൈ യശാഉ. യശാഉ എന്നുള്ളിടത്ത് ഷീനിന് മദ്ദാണ്, ശേഷം ഹംസയാണ്. മദ്ദും ഹംസയും ഒരേ പദത്തിൻ്റെ ഉള്ളിൽ അടുത്തടുത്ത് വന്നു, നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടുക. മദ് മുത്തസിൽ. യശാഉ വയസ്രിഫുഹു, ഹാഉ ദമീറിനെ നീട്ടുക, രണ്ടക്ഷരം, കാരണം മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അൻ മൻ, അവിടെ മീമിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ആ സുക്കൂണിലെ നൂനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ അമ്മൻ, അമ്മൻ. മൈ യശാഉ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അവിടെ അതേ നിയമം. യശാഉ എന്നുള്ളതിൻ്റെ മുമ്പിൽ യാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ഇദ്ഗാം ബിഗുന്ന. മൈ യശാഉ, യശാഉ, അവിടെ ആ ഷീനിൻ്റെ മദ്ദും ഹംസയും വന്നതും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അവിടെ ഒരു സിലി കാണാം, പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതാൻ സാധിക്കുന്നവർ അങ്ങനെ ഓതുകയാണ് ഏറ്റവും നല്ലത്. നിർത്തേണ്ടി വന്നാൽ നിർത്താം. നിർത്തുമ്പോൾ ആ ഹംസക്ക് സുക്കൂൻ ഇട്ടിട്ടാണ് നിർത്തേണ്ടത്. യക്കാദു സനാബർഖി, അവിടെ ഹാഉ ദമീറിന് രണ്ടക്ഷരം നീട്ടുക, കാരണം മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. യദ്ഹബു ബിൽ അബ്സ്വാർ, ബാഇന് സുക്കൂൻ വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. അബ്, ബ് എന്നുള്ളത് വെളിവായി കേൾക്കണം. അബ്സ്വാർ അവസാനത്തെ റാഇന് സുക്കൂൻ ഇട്ട് നിർത്തുക. അപ്പോൾ തൊട്ട് മുമ്പുള്ള സ്വാ എന്നുള്ള നീട്ടലിനെ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം, മദ് കാര്യമായിട്ട് വരുന്നത്. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുകാമൻ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബർദ് وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار. ഗ്രാമർ നോക്കുകയാണെങ്കിൽ അലം തറ, യറ, തറ എന്നുള്ളതൊക്കെ റഅയുടെ മുളാരിയാണ്, റഅ മാളിയാണ്,
യറാ തറ എന്നൊക്കെ പറയുമ്പോൾ അത് മുലാരിയാണ്. ഈ യറാ തറ എന്നൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഒരു ഉച്ചരിക്കാത്ത യാ ഉണ്ട്. പക്ഷെ അതിന് മുമ്പിൽ ലം വരുമ്പോൾ ആ യാ നഷ്ടപ്പെടും. കാരണം ലം വന്നു കഴിഞ്ഞാൽ മുലാരി ആയിട്ടുള്ളൊരു ക്രിയക്ക് ജസ്മ് കിട്ടും എന്നാണ് പറയുക. ജസ്മ് സാധാരണഗതിയിൽ നമ്മൾ സുക്കൂന് കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇപ്പോൾ യക്തുബു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം വന്നാൽ ലം യക്തുബ് എന്നാണ് ആവുക. പക്ഷേ എപ്പോഴും അങ്ങനെയല്ല ജസ്മ് ചെയ്യുക. ഇപ്പോൾ ഇതുപോലെയുള്ള ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയും, ഉച്ചരിക്കാത്ത ചില അക്ഷരങ്ങൾ. അങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ ആ അക്ഷരങ്ങളെ കളഞ്ഞിട്ടാണ് ജസ്മ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലം തറ അവസാനത്തെ യാ പോയി. ആ ലം വന്നതുകൊണ്ടാണ് യാ പോയത്. അന്നല്ലാഹ, അന്ന ഇന്ന പോലെയുള്ള പദങ്ങളൊക്കെ വരുമ്പോൾ അതിനുശേഷം അത് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അങ്ങനെ ഒരു നാമപദം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അന്നയുടെ അല്ലെങ്കിൽ ഇന്നയുടെ ഇസ്മ എന്ന് പറയും. ഇവിടെ അന്നയുടെ ഇസ്മായിട്ട് വന്നത് അള്ളാഹു എന്നുള്ള പദമാണ്. ഈ അന്നയുടെ അല്ലെങ്കിൽ ഇന്നയുടെയൊക്കെ ഇസ്മിന് എപ്പോഴും ഇറാബ് നസ്ബായിരിക്കും. അപ്പോൾ അന്നല്ലാഹ, അതേപോലെ ഇന്നല്ലാഹ എന്നൊക്കെ പറയുള്ളൂ. ഇന്നല്ലാഹു എന്നോ അന്നല്ലാഹു എന്നോ പറയില്ല. യുസ്ജി സഹാബൻ, യുസ്ജി അവൻ തെളിക്കുന്നു, അവൻ ചലിപ്പിക്കുന്നു. എന്തിനെ? സഹാബൻ മേഘത്തെ. അപ്പോൾ സഹാബൻ എന്നുള്ളത് അവിടെ മഫൂലും ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണ്, കർമാണ്. മഫൂലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നസ്ബാണ്. അതുകൊണ്ടാണ് സഹാബൻ അവസാനത്തിൽ ഫത്ത തൻവീൻ ഇട്ടത്. സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുകാമൻ. യജ്അലുഹു അതിനെ ആക്കുന്നു. അപ്പോൾ യജ്അലു അവൻ ആക്കുന്നു, ഹു അതിനെ. ഹു എന്നുള്ളത് അവിടെ മഫൂലും ബിഹിയാണ്. മഫൂലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നസ്ബാണ്. പക്ഷേ ഹു എന്നുള്ളത് മബിനിയായ ഒരു പദമാണ്, അതിന് നസ്ബിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. ഇനി എന്തായിട്ടാണ് ആക്കുന്നത്? റുക്കാമൻ, അട്ടിയായിട്ട്. അതും മഫൂലും ബിഹിയാണ്. അതിന് നസ്ബ അവിടെ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഫത്ത തൻവീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫത്തറൽ വദുക്ക, ഫത്തറ അപ്പോൾ നിനക്ക് കാണാം. എന്തിനെ കാണാം? അൽ വദുക്ക, മഴത്തുള്ളിയെ. അപ്പോൾ വദുക്ക എന്നുള്ളത് മഫൂലും ബിഹിയാണ്. മഫൂലും ബിഹിക്ക് ഇറാബ് നസ്ബ ആയതുകൊണ്ട് വദുക്ക അവസാനത്തിൽ ഫത്ത ഇട്ടിട്ടുണ്ട്. യഖ്റുജു മിൻ ഖിലാലിഹി, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീനുണ്ടോ. അതുകൊണ്ടാണ് ഖിലാലി എന്ന അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്. ഈ ഖിലാലി എന്ന അവസാനത്തിൽ കസ്ർ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഹു എന്ന് ചേരൂല, ഹി എന്നാ ചേരുക. അതുകൊണ്ടാണ് ഖിലാലിഹി എന്ന് എഴുതിയത്. അവിടെ മിന്ന് വന്നിട്ടില്ലെങ്കിൽ ഖിലാലുഹു എന്നാണ് പറയുക. വ യുനസ്സിലു മിനസ് സമാഇ, സമാ എന്നുള്ളതിന് മുമ്പിൽ മിൻ വന്നു. അപ്പം മിനസ് സമാഇ, ആ സമാ എന്നുള്ളതിന് ജറ് കിട്ടി. അതുകൊണ്ടാണ് ഈ അവസാനത്തിൽ കസ്റിട്ടത്. ഇനി മിൻ എന്നുള്ളത് എന്തുകൊണ്ട് മിന എന്നായി? അതിൻ്റെ കാരണം മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനാണ്. അസ്സമാ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ശബ്ദുള്ള സീനിനെ പിരിച്ചെഴുതുമ്പോൾ അവിടെയും സുക്കൂനുള്ള സീൻ വരും. അപ്പോൾ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ സുക്കൂനെ മാറ്റും. അതുകൊണ്ടാണ് മിൻ എന്നുള്ളതിൻ്റെ സുക്കൂനെ മാറ്റി മിന എന്നാക്കിയത്. ഇനി മിൻ ജിബാലിൻ, അവിടെ മിൻ ഹർഫ് ജറാണ്. അതുകൊണ്ട് ജിബാൽ എന്നുള്ളതിന് ജിബാലിൻ അവസാനത്തിൽ ജറ് കിട്ടി, അല്ലെങ്കിൽ കസ്ർ തൻവീൻ ഇട്ടത് ജറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മിൻ ബറദിൻ, അവിടെ അങ്ങനെ തന്നെയാണ്. ആ ബറദ് എന്നുള്ളതിന് ജറ് കിട്ടി. അതുകൊണ്ടാണ് ബറദിൻ അവസാനത്തിൽ കസ്ർ തൻവീൻ ഇട്ടത്. ഫയുസീബു ബിഹി മൻ യശാഉ വയസ്രിഫുഹു അൻ മൻ യശാഉ യകാദു സനാബർഖിഹി യദ്ഹബു ബിൽ അബ്സ്വാർ. ബി എന്നുള്ളത് ഹർഫ് ജറാണ്. അതുകൊണ്ടാണ് അബ്സ്വാരി അവസാനത്തിൽ കസ്റിട്ടത്. ആ ബി വന്നതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.